നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴി തുറക്കുമ്പോൾ യുദ്ധക്കളത്തിലെ മിസൈൽ വർഷത്തേക്കാൾ വേഗത്തിൽ ഇപ്പോൾ അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ നിരവധി ഊഹാപോഹങ്ങളും ഒക്കെ തന്നെ പ്രചരിക്കുകയാണ്. ഒരു യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഉയരുന്ന നുണപ്രചാരണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും അപ്പുറമായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാൻ്റെ പുതിയ നേതൃത്വവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം അത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമായി തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ മാറിയിരിക്കുകയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള ശാരീരിക ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന വ്യക്തിയായി നെതന്യാഹു മാറുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം പൊതുവേദികളിൽ നിന്നൊക്കെ തന്നെ അപ്രത്യക്ഷനാകുന്നത് ലോകമാകെ ചർച്ചയാകുന്നുണ്ട്. കാരണം യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വരാത്തത് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കിടയിൽ തന്നെ വലിയ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഔദ്യോഗികമായി ശബ്ദ സന്ദേശങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെ പുറത്തുവിടുന്നുണ്ടെങ്കിലും നെതന്യാഹുവിനെ നേരിട്ട് കാണാൻ സാധിക്കാത്തത് അദ്ദേഹം അതീവ സുരക്ഷിതമായിട്ടുള്ള ഭൂഗർഭ ബങ്കറുകളിലേക്ക് മാറിയതിൻ്റെയൊക്കെ തന്നെ സൂചനയായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി ആക്രമിക്കാനായിട്ട് ശേഷിയുള്ള പ്രെസിഷൻ ബോംബിംഗ് സംവിധാനം ഇറാൻ നടത്താനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വകവരുത്തിയാൽ ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം തകർക്കാമെന്ന ഇറാൻ്റെ തന്ത്രം തിരിച്ചറിഞ്ഞാണ് നെതന്യാഹു ഇത്രയധികം രഹസ്യാത്മകത പുലർത്തുന്നത്. എന്നാൽ മറുഭാഗത്താകട്ടെ ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയുടെ മരണത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയി അധികാരമേറ്റെടുത്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ നേതാക്കൾ മുജ്തബയുടെ സാന്നിധ്യത്തെ സംശയിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ സൈനിക മേധാവിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഇറാൻ ഭരണകൂടം തങ്ങളുടെ നേതാക്കളുടെ നീക്കങ്ങൾ എന്നും അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. വിദേശ ഏജൻസികൾക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ സാധിക്കാത്ത വിധം ശക്തമായ സുരക്ഷാ വലയമാണ് ഇറാൻ തങ്ങളുടെ നേതൃത്വത്തിനായിട്ട് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അലി ഖമനേയുടെ വധം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ആയിരുന്നുവെന്ന് വളരെ വ്യക്തമാണ്. 48ഓളം ഉയർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം വധിക്കപ്പെട്ടത് അത് ഇറാൻ്റെ ആത്മവീര്യത്തെ തകർക്കാനായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ മറികടക്കാൻ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കമാൻഡ് സംവിധാനം ഇറാൻ ഇതിനകം തന്നെ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നേതാവ് വീണുപോയാലും യുദ്ധം തടസ്സപ്പെടാത്ത രീതിയിൽ 31 പ്രവിശ്യകളിലെയും സൈനിക കമാൻഡർമാർക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് നൽകപ്പെട്ടിട്ടുണ്ട്. സദാം ഹുസൈൻ്റെ കാലത്ത് ഇറാഖിന് സംഭവിച്ച വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. യുദ്ധകളത്തിലെ ഏറ്റവും പുതിയ വെല്ലുവിളി അത് ഇറാൻ്റെ പക്കലുള്ള അത്യാധുനിക ക്ലസ്റ്റർ മിസൈലുകളാണ്. ഇസ്രായേൽ പ്രതിരോധം പാളുന്ന രീതിയിൽ ഇത്തരം മിസൈലുകൾ പതിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അന്തരീക്ഷത്തിൽ വെച്ച് നൂറുകണക്കിന് ഉപബോംബുകളായിട്ട് ചിതറുന്ന ഇത്തരം ആയുധങ്ങൾ അത് തടയാനായി ഇസ്രായേലിൻ്റെ വിഖ്യാതമായിട്ടുള്ള അയൺ ഡോം സംവിധാനത്തിന് പൂർണ്ണമായിട്ടും സാധിക്കുന്നില്ല. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് തൊടുക്കപ്പെട്ടിരിക്കുന്ന മിസൈലുകളിൽ പകുതിയോളം ഇത്തരം ക്ലസ്റ്റർ വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു. ഇതാണ് IDF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇത് ഇറാൻ്റെ സൈനിക ശക്തി പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള അയൺ ഡോം, അതോടൊപ്പം തന്നെ ആരോ, ഡേവിഡ് ലിങ് ഇവയെല്ലാം കൂടി ചേർന്നത് ഒരു സുരക്ഷാ കവചം ഒരുക്കുന്നുണ്ടെങ്കിലും അവയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം തുടർച്ചയായിട്ട് നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും തൊടുക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ സാങ്കേതികമായി പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. ഈ പഴുതുകളൊക്കെ തന്നെ മുതലെടുത്താണ് ഇറാൻ തങ്ങളുടെ ആക്രമണം ഇപ്പോൾ ശക്തമാക്കുന്നത്. എന്നാൽ ഇസ്രയേലിൽ ഇപ്പോൾ സംഭവിക്കുന്ന യഥാർത്ഥ നാശനഷ്ടങ്ങൾ അത് പുറം ലോകം അറിയാത്തത് അവിടെ നിലനിൽക്കുന്ന കർശനമായിട്ടുള്ള സെൻസർഷിപ്പ് മൂലമാണ്. കാരണം ഒരു വാർത്താ മാധ്യമത്തിനും യുദ്ധഭൂമിയിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ലാത്തത് അവിടെ വസ്തുതകൾ മറയ്ക്കപ്പെടാനും കാരണമായി മാറുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു ഭീകരമായിട്ടുള്ള വശം അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ വെറുമൊരു സൈനിക പോരാട്ടമല്ല ലക്ഷ്യം വയ്ക്കുന്നത്, മറിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്നതുകൂടിയാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. പശ്ചിമേഷ്യയിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെയും ബാങ്കിംഗ് സ്ഥാപനങ്ങളെയും തകർക്കുമെന്ന് ഇറാൻ നൽകിയ ഭീഷണി ലോകവിപണിയെ തന്നെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര ബാങ്കുകൾ അടച്ചിടേണ്ടി വന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സൈനിക താവളങ്ങളിൽ നിന്ന് മാറി സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ്റെ ശ്രദ്ധ തിരിയുന്നത് യുദ്ധതന്ത്രങ്ങളിലെ വലിയൊരു മാറ്റമായിട്ടാണ് നിരീക്ഷകർ പോലും ഇവിടെ കാണുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ
ജീവവായുവായ പെട്രോൾ ഡോളർ ബന്ധത്തെ അതിനെ തകർക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഡോളറിന് പകരമായിട്ട് ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാവോ മറ്റ് പ്രാദേശിക കറൻസികളോ ഉപയോഗിച്ചുകൊണ്ട് എണ്ണ വ്യാപാരം നടത്താൻ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഇത് വിജയിക്കപ്പെട്ടാൽ അമേരിക്കയുടെ ആഗോള സാമ്പത്തിക ആധിപത്യത്തിന് അത് വലിയൊരു തിരിച്ചടിയായി മാറും. കാരണം കേവലം ആണവായുധങ്ങളുടെ പേരിൽ മാത്രമല്ല, തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ ഇത്രയധികം പിന്തുണയ്ക്കുന്നത്. അത് വേണം ഇവിടെ കരുതാനായിട്ട്. ഖത്തർ എന്ന രാജ്യം ഈ യുദ്ധത്തിൽ ഒരു നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അസാധ്യമാവുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ LNG വിതരണക്കാരായിട്ടുള്ള ഖത്തറിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്ധന വിലയെ ബാധിക്കും. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളം ഇറാൻ ലക്ഷ്യമിടുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ പോലും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ബാങ്കിങ് മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന അമേരിക്കൻ പൗരന്മാരോട് ഉടൻ തന്നെ രാജ്യം വിടാൻ നിർദ്ദേശ നടപടി ഇറാൻ വലിയൊരു സാമ്പത്തിക ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ്. കാരണം യുദ്ധസമയത്ത് മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പലപ്പോഴും പക്ഷപാതപരമായിരിക്കും. ലോകത്ത് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമങ്ങൾ എന്നൊരു സങ്കല്പം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മിക്കവാറും എല്ലാ വാർത്തകളും എല്ലാ വാർത്താ ഏജൻസികളും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നാണ് അവരുടെ വിശകലനങ്ങൾ നടത്തുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ നിരവധി തെറ്റായിട്ടുള്ള ധാരണകൾ പടർത്താനായിട്ട് കാരണമാകുന്നുണ്ട്. ഇറാൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാതെ പുറത്തു വരുന്ന പല വാർത്തകളും AI ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ദൃശ്യങ്ങളാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് യുദ്ധകാലത്തെ വിവര വിനിമയത്തിൻ്റെയൊക്കെ തന്നെ അപകട സാധ്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി ഈ യുദ്ധത്തിന് പിന്നിലുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ കരുതുന്നുണ്ട്. തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്നും കോടതി നടപടികളിൽ നിന്നുമൊക്കെ തന്നെ രക്ഷപ്പെടാൻ യുദ്ധം ഒരു മറയാക്കി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ ശക്തമാണ്. അതുപോലെ എപ്സ്റ്റീൻ ഫയലുകൾ പോലെയുള്ള വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത് പോലെ നെതന്യാഹുവും തൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ യുദ്ധത്തിൻ്റെ ദൈർഘ്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു അവസ്ഥയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കോർപ്പറേറ്റ് ലോകം ഈ യുദ്ധത്തിൽ വലിയ തോതിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ദിവസവും യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുമ്പോഴും ഓഹരി വിപണിയിലൊക്കെ തന്നെ ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്തി മൂല്യം കുറയുന്നതിനെക്കുറിച്ച് കോർപ്പറേറ്റുകൾക്കുള്ള ആകുലതകൾ അത് അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഭദ്രത തകരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമായിട്ട് മാറിയേക്കാം. ഈ ബലഹീനത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ആക്രമണ മുന അതിപ്പോൾ ബാങ്കിങ് എണ്ണ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർ എളുപ്പത്തിൽ കീഴടങ്ങുന്ന ഒരു വർഗമല്ലെന്ന് മനസ്സിലാക്കാം. 8 വർഷം നീണ്ടുനിന്ന ഇറാൻ യുദ്ധത്തിൽ ലോകശക്തികളുടെ സഹായമില്ലാതെ തന്നെ അവർ പിടിച്ചു നിന്നിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ പടയോട്ടങ്ങൾ കണ്ട ചരിത്രമുള്ള ഇറാൻ തങ്ങളുടെ തനതായിട്ടുള്ള പ്രതിരോധ രീതികളിലൂടെ അമേരിക്കയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. സൈനികപരമായിട്ടുള്ള പോരാട്ടത്തേക്കാൾ മനഃശാസ്ത്രപരമായിട്ടുള്ള യുദ്ധത്തിലാണ് ഇറാൻ ഇപ്പോൾ മുൻതൂക്കം നേടാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് പാശ്ചാത്യ ശക്തികളെ പ്രതിരോധത്തിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ യുദ്ധം അത് ലോകക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. മിസൈലുകൾക്കും ബോംബുകൾക്കും അപ്പുറമായിട്ട് സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരു വലിയ ഉടച്ചുവാർക്കലിനാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നെതന്യാഹുവിൻ്റെ അദൃശ്യ സാന്നിധ്യവും ഇറാൻ്റെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങളുമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതാണ്. സമാധാനത്തിൻ്റെ വഴികൾ അടയുകയും ആയുധങ്ങളുടെ ശബ്ദം ഉയരുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ അത് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു പരിതാപകരമായിട്ടുള്ള വാസ്തവമാണ്. ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഈ ഒരു പോരാട്ടം അത് എവിടെ അവസാനിക്കുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം രണ്ട് പക്ഷവും തങ്ങളുടെ വിജയങ്ങൾ അവകാശപ്പെടുമ്പോഴും നാശനഷ്ടങ്ങൾ ഇരുവശത്തും സമാനമാണ്. യുദ്ധം ഒരു സമനിലയിൽ പിരിയുമോ അതോ വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. എങ്കിൽ തന്നെയും ഒരേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് പഴയകാല യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇത് സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക തന്ത്രങ്ങളുടെയും ഒക്കെ തന്നെ പുതിയൊരു പരീക്ഷണശാലയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ അത് ലോക ചരിത്രത്തിൽ ഏറെ നിർണായകമായി മാറുന്നതായിരിക്കും.